ഇന്ത്യ മുന്നണി എല്ലാ പാർട്ടികളും ഇന്നലത്തെ വൻ പ്രകടനമായിരുന്നു ബോംബെ നഗരത്തെ ഇളക്കി മറിച്ച പടുകൂറ്റൻ സമ്മേളനമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഇന്നലെ നടന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അതോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തൊരു മീറ്റിംഗാണ്. നിർഭാഗ്യവശാൽ CPM പങ്കെടുത്തില്ല. CPIയുടെ ഒരു പ്രതിനിധി വന്നിരുന്നു. നിർഭാഗ്യവശാൽ CPM പങ്കെടുത്തില്ല. അവർക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആയുധം മാത്രമാണ്. ആത്മാർത്ഥത ഒട്ടുമില്ല എന്നുള്ള തെളിവാണ് ഇത്. അതിനവർ സമാധാനം പറയണം. എന്തുകൊണ്ട് പങ്കെടുത്ത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പുതുതായിട്ടാണോ മത്സരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതല്ലേ. ഞാൻ മത്സരിക്കുന്നത് പുതുതായിട്ടാണ്. പിന്നെ ഞങ്ങളെല്ലാം സന്യസിക്കണോ രാഷ്ട്രീയത്തില്? മത്സരിക്കാതെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, BJPക്കെതിരെ സംഘപരിവാർ. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് CPM-കാരൻ കേട്ടു നോക്കണം. പിണറായി ഒന്ന് കേൾക്കണം. രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ വിമർശനങ്ങളുടെ ശക്തി പിണറായി ഒന്ന് കേൾക്കണം. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാറുണ്ട്. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിൽ? രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു യാത്ര സമാപിക്കുമ്പോൾ അവിടെ വരാൻ ഈ നിസ്സാരമായ ബാലിശമായ കാരണങ്ങൾ മത്സരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല കാരണം. കാരണം വേറെയുണ്ട്. പേടിയാ മോഡിനെ. അതാണ് കാരണം. എന്റെ സുഹൃത്തെ, ഈ രാജ്യത്ത് നടക്കുന്ന CAA മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാർ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അങ്ങൊന്ന് കേൾക്കണം. ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിക്കാൻ വേണ്ടിയിട്ടും ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, CBI, ED എന്നുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, എന്തിനേറെ പറഞ്ഞു മാധ്യമങ്ങളെ പോലെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അതിഭീകരമായിട്ടുള്ള രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം 30-35 മിനിറ്റ് അദ്ദേഹം പ്രസംഗം. ഒരു മിനിറ്റ് പോലും വേറെ സബ്ജക്റ്റില്ല. ഈ സബ്ജക്റ്റായിരുന്നു. അപ്പൊ ഞങ്ങളെക്കുറിച്ചാണോ ഇതിനെക്കുറിച്ചൊന്നും എതിർക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഇവരെവിടെയാണ് എതിർക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ആകമാനം കേരളത്തിലുള്ള 10 ആളെ കൊണ്ടാണോ എതിർക്കുന്നത്? BJPയോട് ഏറ്റുമുട്ടുന്നത് ഞങ്ങളല്ലേ? ഇവിടെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി BJPക്കെതിരെ എന്താ മത്സരിക്കാത്തത്? എടാ, രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ 350ഓളം BJP മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി എതിർക്കുന്നത്. ഓരോ സ്ഥലത്തും പോയി അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഓരോ BJPക്കാരനെതിരായി ശക്തമായി പോരാടുകയാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്കാകപ്പാട് അങ്കലാപ്പാണ്. കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഈ അങ്കലാപ്പിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത്രേ ഉള്ളൂ. പതിയെ വയറുണ്ട്. അഭിവാദ്യങ്ങൾ